ഗൈസ്, ദിസ് ഇസ് മീ ജോയൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ കുറെ നാളായാലും കണ്ടിട്ടല്ലേ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആയിരിക്കുന്ന പീപ്പിൾസിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡൗൺ ആയിരിക്കുന്ന പീപ്പിൾസിനോടാണ്. അതിനിപ്പോ ബിസിനസ്സിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, ഡൗൺ ആയിരിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് യു ബിലീവ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രപഞ്ചത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയുമല്ല, ഒരു സക്സസ്ഫുൾ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷമാണ്, കണ്ടതിന് ശേഷവുമാണ് ഞാൻ പറയുന്നത്. ഞാനിത് പരീക്ഷ നോക്കുകയും ചെയ്തു, അവിടെ ഞാൻ വിജയിച്ചു. അപ്പൊ ഞാൻ വെറുതെ പറയാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ മിറക്കിൾ കാണുവാൻ സാധിക്കും. അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ജീവിതത്തിലെ കുഞ്ഞു ബ്ലെസ്സിങ്സ്, അതിനു പോലും നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങണം. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ, എത്രയോ ആൾക്കാർ കാലില്ലാതെ, എന്താ പറയുക, വീൽ ചെയർ ഇരിക്കുന്നവരും അല്ലാതെ മറ്റേ ചെയറില് നടക്കുന്നവരും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അതൊരു വലിയ ബ്ലെസ്സിങ് അല്ലേ. നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു, കൈ ഉപയോഗിച്ച് എന്താ പറയാ, റൈറ്റ് ചെയ്യാനും ഡ്രോ ചെയ്യാനും ഉള്ള ബ്ലെസ്സിങ്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് അല്ലേ. അപ്പൊ ഇതിനൊക്കെ നന്ദി പറയണം. ഇതിനൊക്കെ നന്ദി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് അതിനെ ദൈവം കൊണ്ടുതരും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യത്തിനൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതിനു ശേഷം താങ്ക് യു പറഞ്ഞ് ശീലിക്കുക. എന്തിനും താങ്ക് യു പറഞ്ഞ് ശീലിക്കുക. എല്ലാം ദൈവം തന്നെയല്ലേ. അപ്പം ദൈവത്തെ എപ്പോഴും ഓർക്കുന്നതൊന്നും നല്ലതല്ലേ. ഇനി ഡൗൺ ആയി പോകുന്നു എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിലെ തെറ്റ് അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് നിങ്ങൾ പലപ്പോഴും ഡൗൺ ആവുന്നത്. ആ ഡൗൺ ആവുന്ന സമയത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളുടെ തല വർക്ക് ചെയ്യത്തുള്ളൂ, നിങ്ങൾ ചിന്തിക്കുള്ളൂ. അതുവഴി നിങ്ങൾക്ക് പുതിയ ഐഡിയ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ സക്സസ് ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ചില സമയത്ത് ദൈവം നമുക്ക് ഡൗൺ സിറ്റുവേഷൻ തരുന്നത്. പിന്നെ ഒരിടത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരിടത്ത് സക്സസ് ആവും. അതൊരു സൈക്കിള് പോലെയാണ്. നമ്മൾ ഡൗൺ ആയി പോയി എന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത്. നമുക്കും ഉണ്ടൊരു സക്സസ്. പക്ഷെ ആ സക്സസ് പവർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡൗൺ സിറ്റുവേഷനിൽ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനാണ് ചില സിറ്റുവേഷനെങ്കിലും നമ്മൾ ചില സമയത്ത് പെട്ടെന്ന് ഒരു ഡൗൺ സിറ്റുവേഷൻ തരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ കൂടിയാണ്. നിങ്ങൾക്ക് പല കഴിവുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ തിരിച്ചറിയത്തില്ല. നിങ്ങൾ പറയും, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരു കട തന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നോക്കാനുള്ള പവർ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടുന്നത്. സ്വന്തം പവറിൽ വിശ്വസിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അത് ഉറപ്പായും കൊണ്ട് തരും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്മൈൽ ആൻഡ് ബി കോൺഫിഡന്റ്.